അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരന്മാരെ, കുവൈത്ത് കേരള ഇസ്ലാഹി സെൻറ്റർ അവധിക്കാല ക്യാമ്പയിനിൽ പ്രഖ്യാപിച്ച തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം പ്രോഗ്രാമുകൾ കുവൈത്തിൻ്റെ പല ഭാഗങ്ങളിലായി നടന്നു വരുന്നു. ഇന്ന് ഇവിടെ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് തൗഹീദുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. തൗഹീദ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. നമ്മുടെ ജീവനെ നാം എങ്ങനെ സംരക്ഷിക്കുന്നുവോ അതിനേക്കാൾ ഉപരി ശ്രദ്ധിച്ചും ആലോചിച്ചുകൊണ്ടും നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ തൗഹീദിനെ സംരക്ഷിക്കൽ ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. ഏത് സമയത്താണ് ഒരു മനുഷ്യന് ഹിദായത്ത് നഷ്ടപ്പെടുക എന്നറിയാൻ സാധ്യമല്ല. ഏത് സമയത്തും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം, അള്ളാഹുവേ, സത്യമതത്തിൽ, ഹിദായത്തിൽ, തൗഹീദിൽ മരണം വരെ നിലനിർത്തണേ എന്നുള്ള പ്രാർത്ഥന. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്, സ്വഹാബത്തിൻ്റെ പ്രാർത്ഥനയാണ്, താബിഈങ്ങളുടെ പ്രാർത്ഥനയാണ്, അഇമ്മത്തുകളുടെ പ്രാർത്ഥനയാണ്, ലോക മുസ്ലിമീങ്ങളുടെ പ്രാർത്ഥനയാണ്. മരിക്കുന്ന സമയത്ത് നഷ്ടപ്പെടാതെ, ആഖിറം നഷ്ടപ്പെടാതെ, നരകത്തിലേക്ക് പോവാനുള്ളൊരവസ്ഥയുണ്ടാവാതെ, മരണത്തോടുകൂടി അവൻ്റെ ഖബറിലും അതുപോലെ തന്നെ മറ്റു ബർസഖി കാലഘട്ടത്തിലും തുടർന്ന് മഹ്ശറയിലും അതുപോലെ അവസാനം സ്വർഗത്തിലും എത്തുന്നതുവരെ ഒരു മുസ്ലിമിന് വിശ്വസിക്കാൻ അവനെക്കുറിച്ച് അവനക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. അവിടേക്ക് എത്തിയാൽ മാത്രമേ, സ്വർഗത്തിലേക്ക് നമ്മുടെ കാല് എത്തിയാൽ മാത്രമേ നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു വകയുള്ളൂ. അതിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തൗഹീദ് ജീവിതത്തിൽ ഉണ്ടാവണം. അഖീദ ജീവിതത്തിൽ, അഹ്ലുസുന്നയുടെ അഖീദ, അഖീദ എന്ന് ധാരാളമുണ്ട്. അഖായിദ്, വിശ്വാസങ്ങൾ ധാരാളമുണ്ട്. ഇസ്ലാമിൻ്റെ പേരിൽ തന്നെ അഖീദകൾ ധാരാളമുണ്ട്. അതിലെ അഹ്ലുസുന്നയുടെ അഖീദ, അഹ്ലുസുന്നയുടെ അഖീദയാണ് നാം മനസ്സിലാക്കേണ്ടത്. അതാണ് നമ്മുടെ കൂടെ മരണം വരെ ഉണ്ടാവേണ്ടതും. സുഹൃത്തുക്കളെ, ആദം നബി അലൈഹിസ്സലാം മുതൽ വന്ന പ്രവാചകന്മാർ മുഴുവനും അവർ ക്ഷണിച്ച ഒരാശയം അത് തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ് ക്ഷണിച്ചത്. ആദം നബി അലൈഹിസ്സലാമിൻ്റെയും നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെയും ഇടയിൽ 10 നൂറ്റാണ്ടോളം ആളുകൾ തൗഹീദിൽ തന്നെയായിരുന്നു. അങ്ങനെ ആ തൗഹീദിൽ നിന്ന് അവർ മാറ്റം വന്നപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു പറഞ്ഞയക്കുകയും അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാം 950ഓളം വർഷക്കാലം ആ ജനങ്ങളിൽ പ്രബോധനം ചെയ്തത് ലാ ഇലാഹ ഇല്ലല്ലയാണ്. ലാ ഇലാഹ ഇല്ലല്ല ഉൾക്കൊള്ളാൻ ആളുകൾ കുറയും. കാരണം ലാ ഇലാഹ ഇല്ലല്ല ഉൾക്കൊണ്ടാൽ അവർ അതുവരെ വിശ്വസിച്ചിരുന്നതും അവരുടെ പിതാക്കന്മാരായി അവർ ആചരിച്ചു വന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും
അവർ ഉപേക്ഷിക്കേണ്ടി വരും. മക്കയിലെ മുശ്രിക്കീങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ മക്കയിലെ മുശ്രിക്കീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്, ഞങ്ങൾ ആരാധിക്കുന്ന ആരാധ്യന്മാരെ മുഴുവനും നീ ഒന്നാക്കിയോ? നീ എല്ലാത്തിനെയും ഉപേക്ഷിച്ച് ഒരൊറ്റ ഒന്നിനെ നീ ഇലാഹാക്കിയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിച്ചു. അതെന്തുകൊണ്ടാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടാൽ അവർ ജീവിച്ചു പോന്നിരുന്ന അവരുടെ അനുഷ്ഠാനങ്ങളെ മുഴുവനും അവർ ഉപേക്ഷിച്ച് യഥാർത്ഥ അള്ളാഹുവിലേക്കുള്ള തൗഹീദിലേക്ക് അവർ മടങ്ങേണ്ടി വരും. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ച് നൂഹ് നബി അലൈഹിസ്സലാം ധാരാളം വർഷങ്ങൾ അവർക്കിടയിൽ പ്രബോധനം ചെയ്തു. അവർ പ്രബോധനം ചെയ്തിട്ടും അവർ ആ പ്രബോധനത്തിലേക്ക് വന്നില്ല. അധികം ആളുകളും ആ പ്രബോധനം സ്വീകരിച്ചില്ല. അവർ ചെയ്തു വന്നത് അവരുടെ എല്ലാ കാലഘട്ടങ്ങളിലും തൗഹീദിന് വിപരീതമായി ഉണ്ടാകുന്നത് ഒരേ ഒരു കാര്യമാണ്. അതെന്താണ്? കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന നല്ല ആളുകളെ അവരുടെ മരണശേഷം അവരുടെ ഖബറിങ്ങൽ ഭജനമിരിക്കുകയും പിന്നീട് അത് അവരെ ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചെല്ലുകയും ചെയ്യുക എന്നുള്ളതാണ് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളത്. അതുതന്നെയാണ് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിലും വന്നിട്ടുള്ളത്. അവർ അവരുടെ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന സ്വാലിഹീങ്ങളായ ആളുകളെ അവർ മരണപ്പെട്ടതിൻ്റെ ശേഷം അവരുടെ ഖബറിൻ്റെ അരികിൽ ഇത്തിക്കാഫിരിക്കുകയും അങ്ങനെ പിശാചിൻ്റെ പ്രേരണയാൽ അവർ അവരെ തന്നെ വിളിച്ചു തേടുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടായി. ഇത് കാലങ്ങളായി ഇതേ ആശയം തന്നെയാണ് നിലനിന്നിട്ടുള്ളത്. മക്കയിലെ മുശ്രിക്കീങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. മക്കയിലെ മുശ്രിക്കീങ്ങളും ഈ രൂപത്തിൽ തന്നെയാണ് ജീവിച്ചിരുന്നത്. അവർ അവരിലെ നല്ലവരായ ആളുകളെ അവരുടെ മരണശേഷം അവരെ ആരാധിക്കുകയും അവരോട് ഇസ്തിഗാസ ചെയ്യുകയും അവരെ മുൻനിർത്തിക്കൊണ്ട് റബ്ബിലേക്ക് തേടുകയും ചെയ്യുന്ന അതേ അവസ്ഥ തന്നെയായിരുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാം ശ്രദ്ധിക്കേണ്ടത് തൗഹീദ് നമ്മിൽ നിന്ന് ഏത് രൂപത്തിലാണ് വിട്ടുമാറുക, ഏതൊക്കെ രൂപത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തൗഹീദ് നഷ്ടപ്പെട്ടു പോകുക എന്ന് നാം അറിയണം. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ തൗഹീദിനെ 3 ഐറ്റമാക്കി തിരിച്ചു. അതിൽ ഒന്ന് തൗഹീദുൽ ഇലാഹിയ, ഉലൂഹിയ എന്ന് പറയും. ആരാധന മുഴുവൻ അള്ളാഹുവിന് മാത്രം നൽകുക എന്നുള്ളത്. ആരാധനയായി വരുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അത് മുഴുവനും റബ്ബ് സുബ്ഹാനഹു വ തആലാക്ക് മാത്രം നൽകുക എന്നുള്ളതാണ് തൗഹീദുൽ ഉലൂഹിയ്യയുടെ അർത്ഥം. ആ തൗഹീദുൽ ഉലൂഹിയ്യ ഒരു വ്യക്തിയിൽ ഉണ്ടാകുമ്പോഴാണ് അവൻ്റെ ഇസ്ലാം, അവൻ്റെ ഈമാൻ പൂർത്തിയാകുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇബാദത്തുകൾ ഏതൊക്കെയാണ് എന്ന് നാം അറിയണം. അപ്പോഴാണ് നമ്മൾ മനുഷ്യർ ആരെങ്കിലും അവരുടെ ഇബാദത്തുകളെ അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചു വിടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇബാദത്തുകൾ 4 ഐറ്റത്തിലാണ്. ഒന്ന് ഖൽബിയ, നമ്മുടെ ഹൃദയം കൊണ്ട് വരുന്ന ആരാധനകൾ, നമ്മുടെ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ഉണ്ടാകുന്ന ആരാധനകൾ. മറ്റൊന്ന് ഖൗലിയ, നമ്മുടെ നാവ് കൊണ്ട് വാക്കുകൊണ്ട് ഉണ്ടാകുന്ന ഇബാദത്തുകൾ. മൂന്നാമത്തത് ബദനിയ, ശരീരം കൊണ്ട് എടുക്കുന്ന ഇബാദത്തുകൾ. നാലാമത്തത് വമാലിയ, സാമ്പത്തികമായി നമ്മൾ സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾ. ഇങ്ങനെയുള്ള ഈ 4 ഇബാദത്തുകളാണ് മനുഷ്യർക്കിടയിലുള്ളത്. ഈ 4 ഇബാദത്തിലെ ആദ്യത്തേത് ഖൽബിയ എന്ന് പറയും. ഏതൊക്കെയാണ് ഹൃദയം കൊണ്ടുണ്ടാകുന്ന ഇബാദത്തുകൾ? ഒന്ന് തവക്കുലാണ്. തവക്കുൽ മനുഷ്യൻ്റെ ഹൃദയം കൊണ്ട് വരുന്ന ഇബാദത്താണ്. തവക്കുൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം തീരുമാനിച്ചാൽ
അത് നടന്നു കിട്ടണമെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ തവക്കുലാക്കി അതിനു വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് തവക്കുലിൻ്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വഅലല്ലാഹി ഫതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹുവിൽ നിങ്ങൾ തവക്കുൽ ചെയ്യണം. തവക്കുൽ അള്ളാഹുവിലേ പറ്റൂ. നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ ആ തീരുമാനത്തെ അത് നടത്തിക്കിട്ടണമെങ്കിൽ റബ്ബിൻ്റെ സഹായം നമുക്ക് വേണം. അവിടെ റബ്ബിനോട് തവക്കുലാക്കുന്നതിനാണ് തവക്കുൽ എന്ന് പറയുന്നത്. അതല്ലാതെ നാം ആരെങ്കിലും ഒരു കാര്യം നിശ്ചയിച്ചു, നമ്മുടെ ആരുടെയും ഒരാളുടെ മകളുടെ കല്യാണം നിശ്ചയിച്ചു. കല്യാണം നിശ്ചയിച്ചതിൻ്റെ ശേഷം അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, എങ്ങനെയാണ് നീ അത് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു, തവക്കൽതു അലല്ലാഹ്, ഞാൻ എൻ്റെ കാര്യം അള്ളാഹുവിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അയാൾ അതിനു വേണ്ടി ഒരുങ്ങി നടന്നു. അങ്ങനെയാണെങ്കിൽ അള്ളാഹു അത് സാധിപ്പിച്ചു കൊടുക്കും. അതിനാണ് തവക്കുൽ എന്ന് പറയുന്നത്. വേറൊരാളോട് ചോദിച്ചു, എങ്ങനെയാണ് മകളുടെ കല്യാണം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്? ഞാനത് CM മടവൂരിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അതല്ലെങ്കിൽ ഞാൻ മമ്പുറത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ബദരീകളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. സാധാരണ നടക്കുന്ന കാര്യമാണിതൊക്കെ. വിശ്വാസികൾക്കിടയിൽ അള്ളാഹുവിൽ നിന്ന് വിട്ട് അള്ളാഹുവിൻ്റെ അടിമയിൽ തവക്കുലാക്കുന്ന കാലത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ ഗൗരവത്തോടുകൂടെ ഈമാൻ എന്താണെന്നറിയാതെ, റബ്ബിനെക്കുറിച്ച് തീരെ ഭയമില്ലാതെ, അവനെ സൃഷ്ടിച്ച റബ്ബിലേക്ക് മടങ്ങാതെ, സൃഷ്ടാവിലേക്ക് മടങ്ങാതെ സൃഷ്ടികളിലേക്ക് അഭയം കണ്ടെത്തുന്ന ഈ തവക്കുലിൻ്റെ പേരാണ് ഷിർക്കിയായ തവക്കുൽ എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അയാൾ ഷിർക്ക് ചെയ്യുന്നവനാണ്, മുശ്രിക്കാണ്. അള്ളാഹുവിൽ തവക്കുലാക്കുന്നതിന് പകരം അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ അവരെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, അവരോട് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കാര്യം CM നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ഷിർക്ക് എന്ന് പറയുന്നത്. അതാണ് തവക്കുൽ. തവക്കുൽ തന്നെ തവാക്കുലുണ്ട്. എന്താണ് തവാക്കുൽ? തവക്കുൽ ചെയ്താൽ ഒരാൾ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ആ കാര്യം നടത്താൻ വേണ്ടി അള്ളാഹുവിനെ ഏൽപ്പിച്ച് അവൻ അതിനു വേണ്ടി പ്രവർത്തിക്കണം. അപ്പോഴാണ് അള്ളാഹു തആല അവനക്ക് വഴി കാണിച്ചു കൊടുക്കുകയുള്ളൂ. നേരെ മറിച്ച് ഞാൻ തവക്കുൽ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ വീട്ടിലിരുന്നാൽ അവൻ്റെ മോളുടെ കല്യാണം നടക്കൂല. അങ്ങനെ ചെയ്യുന്നതിന് തവാക്കുൽ എന്നാണ് അറബിയിൽ പറയുക. യമനിലുള്ള ആളുകൾ ഹജ്ജിന് വരുന്ന സമയത്ത് അവർ തവക്കുൽ ചെയ്തിട്ടാണ് വരിക. അങ്ങനെ അവർ മക്കയിലെത്തിയാൽ അവർ ജോലിയൊന്നും ചെയ്യൂല. വിശന്നു കഴിഞ്ഞാൽ ആളുകളോട് കൈ കാട്ടും. അവരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ തവക്കുലാക്കി വന്നവരാണ്. ഈ ആശയത്തെ പരിശുദ്ധ ഇസ്ലാം എതിർത്തുകൊണ്ട് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഇതിനെക്കുറിച്ച് എതിർത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയല്ല. നിങ്ങൾ ഹറമിലേക്ക് വന്നാൽ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾ ഉപജീവനം കണ്ടെത്തണം, നിങ്ങൾ വസ്തുക്കൾ കണ്ടെത്തണം. അതിനാണ് തവക്കുൽ. അങ്ങനെ അള്ളാഹുവിൽ തവക്കുലാക്കുമ്പോഴാണ് തവക്കുൽ എന്ന് പറയുകയുള്ളൂ. അതല്ലാത്തതിന് തവാക്കുൽ എന്നാണ് പറയുക. രണ്ടാമത്തത് ഹൃദയം കൊണ്ടുവരുന്ന ഇബാദത്താണ് ഇഖ്ലാസ്. ഇഖ്ലാസ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ഉണ്ടാകുന്നൊരവസ്ഥയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവരോട് കൽപ്പിക്കപ്പെട്ടത് അള്ളാഹുവിന് ഇഖ്ലാസോടുകൂടെ ഇബാദത്ത് എടുക്കാൻ വേണ്ടിയാണ്. ഇഖ്ലാസ് എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രം ഒരു കർമ്മത്തെ സ്ഥിരപ്പെടുത്തുക, റബ്ബിന് വേണ്ടി മാത്രം അവൻ ചെയ്യുക, റബ്ബിൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി മാത്രം അവൻ ചെയ്യുക എന്നുള്ളതാണ് ഇഖ്ലാസ്. അവിടെ സൃഷ്ടികളായ ആരുടെയെങ്കിലും പൊരുത്തം നേടാൻ വേണ്ടി, അവരുടെ ആശീർവാദം ലഭിക്കാൻ വേണ്ടി അവൻ ചെയ്യുകയാണെങ്കിൽ ഇഖ്ലാസ് ഇല്ല, അത് ഇഖ്ലാസിൻ്റെ എതിരാണ്. മൂന്നാമത്തത് അൽ ഇനാബത്ത്, അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതും ഹൃദയം കൊണ്ടുവരുന്ന ഇബാദത്താണ്, ഹൃദയം കൊണ്ടുണ്ടാകുന്ന ഇബാദത്താണ് ഇനാബത്ത് എന്ന് പറഞ്ഞാൽ അർറുജൂഉ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് മടങ്ങുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങണം, അവന് നിങ്ങൾ വഴിപ്പെടണം. ഒരു കാര്യത്തിന് വേണ്ടി റബ്ബിലേക്ക് മടങ്ങാതെ
അവൻ്റെ ഏതെങ്കിലും സൃഷ്ടികളിലേക്ക് മടങ്ങിയാൽ അതിന് ശിർക്ക് എന്ന് പറയും. നമ്മുടെ ഒരു കാര്യം നേടാൻ വേണ്ടി റബ്ബിലേക്കാണ് നാം മടങ്ങേണ്ടത്. ഒരു കാര്യം നേടാൻ വേണ്ടി റബ്ബിൻ്റെ ഔലിയാക്കന്മാരുടെ ഖബറിടങ്ങളിലേക്കോ അതല്ലെങ്കിൽ റബ്ബിൻ്റെ ഔലിയാക്കന്മാരിലേക്കോ മടങ്ങിയാൽ അതിന് ശിർക്ക് എന്ന് പറയും. നാലാമത്തേത് അൽ ഖൗഫ്, പേടിയാണ്, ഭയപ്പാട്. ഭയപ്പാട് അള്ളാഹുവിനോട് മാത്രമേ പാടൂ, ആരെയും ഭയപ്പെടാൻ പാടില്ല. റബ്ബ് എന്നുള്ള നിലയിൽ അള്ളാഹുവിനെ മാത്രമേ ഭയപ്പെടാൻ പാടൂ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ അവരെ ഭയപ്പെടരുത്, എന്നെ ഭയപ്പെടണം നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. വിശ്വാസികളാണെങ്കിൽ ഭയപ്പെടേണ്ടത് അള്ളാഹുവിനെയാണ്. വിശ്വാസി ഭയപ്പെടേണ്ടത് അള്ളാഹുവിനെയാണ്, മറ്റൊരു ശക്തിയെയോ മറ്റൊരു വ്യക്തിയെയോ അല്ല എന്ന് നാം മനസ്സിലാക്കണം. അടുത്ത ഇബാദത്ത് ഹൃദയം കൊണ്ടുണ്ടാകുന്നത് അർ-റജാ, ആഗ്രഹം. അർ-റഗ്ബതു ഇലല്ലാഹി ഫീ കറമിഹി വമന്നിഹി, അള്ളാഹുവിൻ്റെ കറമിനെ ആഗ്രഹിക്കുക, അള്ളാഹുവിൻ്റെ മന്നിനെ ആഗ്രഹിക്കുക. ഇതാണ് റജാ. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽ നിന്നുള്ള ഫളിനെ പ്രതീക്ഷിച്ചാൽ, അവരുടെ മദദിനെ പ്രതീക്ഷിച്ചാൽ, അവരുടെ മദദ് ലഭിക്കാൻ വേണ്ടി വല്ല ഇബാദത്തുകളും ചെയ്താൽ അത് ശിർക്കാണ്. അതുകൊണ്ട് ഹൃദയത്തെ കൊണ്ടുണ്ടാകുന്ന ഇബാദത്താണ് റജാ, അർ-റഗ്ബതു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് മാത്രം ആഗ്രഹം. അവൻ്റെ ആഗ്രഹം നേടാൻ മറ്റുള്ളവരിലേക്ക് ചെയ്യാൻ പാടുള്ളതല്ല എന്ന്. ഇതാണ് ഹൃദയം കൊണ്ടുണ്ടാകുന്ന ഇബാദത്തുകൾ. അടുത്തത് ഖൗലിയായ ഇബാദത്തുകളാണ്. എന്താണ് ഖൗലിയായ ഇബാദത്തുകൾ? നമ്മുടെ നാവ് കൊണ്ടുവരുന്ന ആരാധനകൾ. ഏതൊക്കെയാണ് നാവ് കൊണ്ടുവരുന്ന ആരാധനകൾ? അദ്ദുആ, ഒന്നാമത്തേത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന നമ്മുടെ നാവ് കൊണ്ടുവരുന്ന ആരാധനയാണ്. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിന്റെ രക്ഷിതാവ് പറഞ്ഞു, നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞു, എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, അള്ളാഹുവിൻ്റെ വാക്കാണ്. നിങ്ങൾ എന്നോട് പറയുവീൻ, എന്നോട് നിങ്ങൾ ചോദിക്കുവീൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. പ്രാർത്ഥനയുടെ ഏത് രൂപത്തിലാണെങ്കിലും നമ്മുടെ കാര്യങ്ങൾ പ്രാർത്ഥനാ രൂപത്തിൽ ചോദിക്കുന്നത് അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. രോഗം ശിഫയാവാൻ റബ്ബിനോട് തേടണം, സന്താനങ്ങൾ ഉണ്ടാവാൻ റബ്ബിനോട് തേടണം, ഐശ്വര്യമുണ്ടാവാൻ റബ്ബിനോട് തേടണം, ആഖിറത്തിനും എല്ലാത്തിനും വേണ്ടിയും റബ്ബിനോട് തേടണം. ഇതിലേതെങ്കിലും ഒരു തേട്ടം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലേക്ക് വലിയകളിലേക്ക് നീങ്ങിയാൽ അത് ശിർക്കൻ പ്രാർത്ഥനയാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ നാവ് കൊണ്ടുണ്ടാകുന്ന മറ്റൊരു ഇബാദത്താണ് നേർച്ചയാക്കുക എന്നുള്ളത്. നദിർ, നേർച്ച. നേർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധ ഇസ്ലാമിലുള്ള ഒരു കാര്യത്തെ, നിർബന്ധമല്ലാത്ത സുന്നത്തായ മുസ്തഹബായ ഒരു കാര്യത്തെ ഞാനത് നിർബന്ധമായും ചെയ്യും, ലില്ലാ, അള്ളാഹുവിന് വേണ്ടി ഞാൻ നിർബന്ധമായും ചെയ്തിരിക്കും. റമദാൻ വ്യാഴാഴ്ചയിലെ നോമ്പ് സുന്നത്തായ നോമ്പാണ്. ഈ വ്യാഴാഴ്ച ഞാൻ നോമ്പ് റബ്ബിന് വേണ്ടി ഞാനത് എടുക്കാൻ ഞാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായി, അതിന് നേർച്ച എന്ന് പറയും. നാവ് കൊണ്ട് പറയലാണ്. ഇസ്ലാമിലുള്ള മുസ്തഹബായ ഒരു അമലിനെ നിർബന്ധമായും ഞാൻ ചെയ്തിരിക്കുമെന്ന് റബ്ബിനോട് പറയുന്നതിനാണ് നദിർ, നേർച്ച എന്ന് പറയുന്നത്. അതാണ് നാവ് കൊണ്ടുണ്ടാകുന്ന മറ്റൊരു ഇബാദത്ത്. അടുത്തത് അൽ ഇസ്തിആദ, കാവലിനെ തേടുക. കാവലിനെ തേടലും അള്ളാഹുവിനോട് മാത്രമേ പറ്റൂ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വ ഇമ്മാ യൻസഗന്നക മിനശ് ശൈത്വാനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹ് ഇന്നഹു ഹുവസ് സമീഉൽ അലീം. പിശാചിന്റെ ബാധ നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ അള്ളാഹുവിനോട് കാവലിനെ തേടണം, അള്ളാഹു അതിനെ കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്ന്. മറ്റൊന്ന് ഇസ്തിആനത്ത്, സഹായതേട്ടമാണ്. സഹായതേട്ടം റബ്ബിനോട് മാത്രമേ പാടുള്ളൂ. ഒരു ഉദാഹരണത്തിന്, നമ്മുടെ കൂട്ടത്തിലെ ഏതെങ്കിലും ഒരാൾ അതല്ലെങ്കിൽ ഒരു കുട്ടി ഒരു തെങ്ങിൻ്റെ മുകളിലേക്ക് കയറി. തെങ്ങിൻ്റെ മുകളിലേക്ക് അവൻ എത്തി. അവൻ മുകളിൽ നിന്ന് വിറക്കുകയാണ്, താഴേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. കടന്ന് വിറക്കാൻ പടപട എന്ന്, അത് വലിയ ആൾക്കാർ കയറിയാൽ, അറിയാത്ത ആൾ കയറിയാൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. കാലിങ്ങനെ വിറക്കുകയാണ്. അവൻ്റെ താഴെ, തെങ്ങിൻ്റെ താഴെ അവൻ്റെ വല്യമ്മയുണ്ട്. ആ വല്യമ്മ പേരക്കുട്ടി വിറക്കുന്നത് കാണുകയാണ്. അന്നേരം വല്യമ്മക്കൊരു തേട്ടം,
പടച്ചവനെ, ബദരീങ്ങളെ, മമ്പർത്ത തങ്ങളെ, എൻ്റെ കുട്ടിനെ അറക്കണേ. വല്യമ്മ തേടി. ഈ തേട്ടത്തിൻ്റെ പേരാണ് സഹായ തേട്ടം. ആരോടാണ് തേടിയത്? അള്ളാഹുവിനോട് തേടി, ബദരീങ്ങളോട് തേടി, മമ്പുറത്തെ തങ്ങളോട് തേടി. ഒക്കെ ഒരേ തേട്ടം. ആരാണിതിൽ അള്ളാഹു? ആരാണിതിൽ പടച്ചവൻ? ആ ഉമ്മയുടെ വിശ്വാസം എന്താണ്? അള്ളാഹു സഹായിക്കുന്നത് പോലെ മമ്പുറം തങ്ങളും സഹായിക്കും, ബദരീങ്ങളും സഹായിക്കും, മറ്റുള്ള ഔലിയാക്കന്മാരും സഹായിക്കുമെന്നുള്ള ആ ഉറച്ച വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഉമ്മ അങ്ങനെ പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയുടെ പേരാണ് ഇസ്തിആനത്ത്, സഹായത്തേട്ടം. ആ സഹായത്തേട്ടം ശിർക്കാണ്. നമ്മളുടെ സഹായത്തേട്ടം സൃഷ്ടാവായ അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അള്ളാഹുവേ, എൻ്റെ കുട്ടിയെ നീ താഴെ ഇറക്കണമേ എന്നുള്ളതാണ് പ്രാർത്ഥന. ബദരീങ്ങളെ, എൻ്റെ കുട്ടിയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. മമ്പുറം തങ്ങളെ, എൻ്റെ മകനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. CM പടവൂരെ, എൻ്റെ കുട്ടിയെ കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാണ്. അള്ളാഹുവിൽ പ്രാർത്ഥനയിൽ പങ്കു ചേർക്കലാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇസ്തിആനത്ത് എന്ന് പറയുന്ന സഹായത്തേട്ടം അത് നാവ് കൊണ്ടുവരുന്ന ഒരു ഇബാദത്താണ്. ആ ഇസ്തിആനത്ത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് പാടില്ലതല്ല. ഇസ്തിഗാസയാണ് മറ്റൊന്ന്. ഇസ്തിഗാസ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഗൗരവമേറിയ കാര്യത്തിന് വേണ്ടി ആവുമ്പോഴാണ് ഇസ്തിഗാസ എന്ന് പറയും. ഇസ്തിആനയും ഇസ്തിഗാസയും ഒന്ന് തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടെ പ്രയാസമുള്ള കാര്യങ്ങളെ ആകുമ്പോഴാണ് ആ തേട്ടത്തിന് ഇസ്തിഗാസ എന്ന് പറയുക. ഏതായിരുന്നാലും സുഹൃത്തുക്കളെ, ഇതൊക്കെ നമ്മുടെ നാവ് കൊണ്ടുവരുന്ന ഇബാദത്തുകളാണ്. ആ ഇബാദത്തുകളെ ഞാൻ പറഞ്ഞ രൂപത്തിൽ അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിക്കുന്നുവെങ്കിൽ അതിന് ശിർക്ക് എന്ന് പറയും. അടുത്തത് നമ്മുടെ ശരീരം കൊണ്ടുവരുന്ന ഇബാദത്തുകളാണ്. എന്തൊക്കെയാണ് ശരീരം കൊണ്ട് വരുന്നത്? നമസ്കാരം ശരീരം കൊണ്ടെടുക്കുന്ന ഇബാദത്താണ്. നോമ്പ്, ജിഹാദ്. അള്ളാഹുവിന് മാത്രമേ നമസ്കാരവും നോമ്പും ജിഹാദും പാടുള്ളൂ. അടുത്തത് സാമ്പത്തികമായ ഇബാദത്തുകൾ. സാമ്പത്തികമായ ഇബാദത്തുകൾ ഏതൊക്കെയാണ്? ഫർളായ സക്കാത്ത് സാമ്പത്തികമായ ഇബാദത്താണ്. സുന്നത്തായ സദഖകൾ സാമ്പത്തികമായ ഇബാദത്താണ്. അറവ് നടത്തൽ അതും ഇബാദത്താണ്. അറവ് അള്ളാഹുവിന് മാത്രമേ അറക്കാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും സൃഷ്ടികൾക്ക് വേണ്ടി അറവ് നടത്തിയാൽ അത് ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, മുശ്രിക്കാണ് എന്ന് പണ്ഡിതന്മാർ നമ്മളെ അറിയിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇന്ന് വിശ്വാസികൾക്കിടയിൽ യാതൊരു ഭയവുമില്ലാതെ അള്ളാഹുവിന് പുറമെ മറ്റുള്ള ഔലിയാക്കന്മാരുടെ പേരിൽ അറവ് നടത്തുന്നവരാണ്. മമ്പുറത്തങ്ങളുടെ പേരിൽ അറവ് നടത്തുന്നു. ബദരീങ്ങളുടെ പേരിൽ 313 ആടിനെ ബദരീങ്ങളുടെ എണ്ണമനുസരിച്ച് കൊണ്ട് അറവ് നടത്തിയ ആളുകളുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അതൊക്കെ വളരെയധികം മോശമാണ്. ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുന്ന ശിർക്കൻ വിശ്വാസമാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അള്ളാഹു ശപിച്ചിരിക്കുന്നു ആരെ? മൻ ദബഹ ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തുന്നവരെ. ബദരീങ്ങളുടെ പേരിൽ അറവ് നടത്തുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. മടവൂരിൻ്റെ പേരിൽ അറവ് നടത്തുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. മമ്പുറം തങ്ങളുടെ പേരിൽ അറവ് നടത്തുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുപോലെ അഖീഖ അറക്കാറുണ്ട് കുട്ടികൾക്ക് വേണ്ടി. അഖീഖ പോലെയല്ല മറ്റുള്ള അറവ്. അഖീഖ എന്ന് പറയുന്നത് ആ കുട്ടിയിൽ നിന്നും വല്ല പ്രതിഫലം കാംക്ഷിച്ചു കൊണ്ട് അറക്കുന്നതല്ലല്ലോ. നേരെ മറിച്ച് ഔലിയാക്കന്മാരുടെ പേരിൽ അറവ് നടന്ന എന്തിനു വേണ്ടിയാണ്? ബദരീങ്ങളുടെ മദദ് സഹായം ലഭിക്കാൻ വേണ്ടിയാണ്. ബദരീങ്ങളുടെ സഹായം ലഭിക്കാൻ വേണ്ടിയാണ്. ഔലിയാക്കന്മാരുടെ മദദ്, അവരുടെ സഹായം എപ്പോഴും ഉണ്ടാവാൻ വേണ്ടിയാണ് അവരുടെ പേരിൽ അറവ് നടത്തുന്നത്. അള്ളാഹുവിന് അറവ് നടത്തുന്നത് പോലെ, അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ വേണ്ടി റബ്ബിന് അറവ് നടത്തുന്നത് പോലെ ഔലിയാക്കന്മാരുടെ മദദ് ലഭിക്കാൻ, സഹായം ലഭിക്കാൻ, ഔലിയാക്കന്മാരുടെ നോട്ടം ഇവരിലേക്കുണ്ടാവാൻ വേണ്ടിയാണ് അറവ് നടത്തുന്നത്. അതുപോലെയല്ല അഖീഖ എന്നുള്ളത്. മഹത്തുക്കളായ പണ്ഡിതന്മാർ വളരെ ഗൗരവത്തോടു കൂടെയാണ് ഈ വിഷയം സംസാരിച്ചിട്ടുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞു, അദ്ദബഹു ലിഗൈരില്ലാഹി ശിർക്കുൻ,
അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തൽ അത് ശിർക്കാണ്. വഹുക്കുമുൽ ദബീഹത്തു ഹുക്കുമുൽ മൈത്ത, അങ്ങനെ അറക്കപ്പെട്ട മൃഗത്തിന്റെ വിധി ശവത്തിന്റെ വിധിയാണ്. വലാ യജൂസു അക്ലുഹാ, അതിനെ തിന്നാൻ പാടുള്ളതല്ല. വലൗ ദുക്കിറ അലൈഹാ ഇസ്മുല്ലാഹ്, ചില ആളുകൾ പറയും ഞങ്ങൾ ബദരീങ്ങളുടെ പേരിലാണ് അറക്കുന്നത് എങ്കിലും അറക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിട്ടാണ് അറക്കുന്നത്, ബിസ്മി ചൊല്ലിയിട്ടാണ് അള്ളാഹുവിന്റെ പേരിൽ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ബദരീങ്ങൾക്ക് വേണ്ടി അറക്കുന്നത് എന്ന് പറയും. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു വലൗ ദുക്കിറ അലൈഹാ ഇസ്മുല്ലാഹ്, അള്ളാഹിന്റെ പേര് പറഞ്ഞിട്ടാണ് അറത്തത് എങ്കിലും ആ അറവ് ശിർക്കാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് എന്തുകൊണ്ട് ഇദാ തഹഖഖ അന്നഹാ ദുബിഹത് ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയാണ് അത് അറക്കപ്പെട്ടത് അറവ് നടത്തിയത് എന്ന് ബോധ്യമായാൽ അത് തെറ്റാണ് എന്ന് പണ്ഡിതന്മാർ നമ്മളെ ഓർമ്മിപ്പിച്ചു. അതുപോലെ മറ്റൊരു ഫത്വയിൽ ഇങ്ങനെ കാണാം, വഅമ്മൽ അക്ലു മിൻ ലുഹൂമി ഹാദിഹി ദബാഇഹി, ഇതുപോലെ അറക്കപ്പെട്ട മൃഗങ്ങളുടെ മാംസത്തെ കഴിക്കുക എന്നുള്ളത് ഫഇന്നഹു മുഹറമുൻ, അത് നിഷിദ്ധമാണ്. ലിഅന്നഹാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹാ, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറക്കപ്പെട്ട മൃഗമാണ്. വകുല്ലു ഷൈഇൻ, എല്ലാ വസ്തുക്കളും ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറക്കപ്പെട്ടത്, ഔ ദുബിഹ അലൻ നുസുബി, അതല്ലെങ്കിൽ വിഗ്രഹങ്ങൾക്ക് വേണ്ടി അറക്കപ്പെട്ടത്, ഫഇന്നഹു മുഹറമുൻ, അതൊക്കെ മുഹറമാണ് എന്ന് പണ്ഡിതന്മാരുടെ ഫത്വ അങ്ങനെയാണ് അവസാനിക്കുന്നത്. ഇമാം നവവി റഹ്മഹുല്ലാ ധാരാളം ഇതൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു വലിയ പണ്ഡിതനാണ് ഇമാം നവവി റഹ്മഹുല്ലാ. അദ്ദേഹത്തിന്റെ ഫത്വയിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നത് കാണാം, അമ്മദ്ദഹബഹു ലിഗൈരില്ലാ, അപ്പോൾ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയുള്ള അറവ്, ഫൽ മുറാദു ബിഹി, അതുകൊണ്ടുള്ള ഉദ്ദേശം അയ്യദ്ബഹ ബി ഇസ്മി ഗൈരില്ലാ, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറക്കലാണ്. ഏതുപോലെ കമൻ ദബഹ ലിസ്സനമി, വിഗ്രഹങ്ങൾക്ക് വേണ്ടി അറക്കുന്നത് പോലെ, അവിസ്സലീബി, കുരിശിന് വേണ്ടി അറക്കുന്നത് പോലെ, ഔലി മൂസ, മൂസാ നബിയുടെ പേരിൽ അറക്കുന്നത് പോലെ, ഔലി ഈസാ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ അറക്കുന്നത് പോലെ, ഔലിൽ കഅബത്തി, അതല്ലെങ്കിൽ കഅബക്ക് വേണ്ടി അറവ് നടത്തുന്നത് പോലെ, ഇതുപോലത്തെ മറ്റുള്ള അറവുകളൊക്കെ അത് ശിർക്കാണ്. ഫകുല്ലു ഹാദാ ഹറാമുൻ, ഇത് മുഴുവൻ നിഷിദ്ധമാണ്. വലാ തഹില്ലു ഹാദിഹി ദബീഹ, ആ അറക്കപ്പെട്ട മൃഗം അനുവദനീയമല്ല. സവാഉൻ കാന ദാബിഹു മുസ്ലിമൻ, അറത്തവൻ മുസ്ലിം ആണെങ്കിലും ശരി, ഔ നസ്റാനിയൻ ഔ യഹൂദിയൻ, ജൂതനാണെങ്കിലും മുസ്ലിം ആണെങ്കിലും നസ്രാനിയാണെങ്കിലും ശരി. നസ്സ അലൈഹി ശാഫിഈ റഹിമഹുല്ലാ, ഇമാം ഷാഫി റഹിമഹുല്ലാ തറപ്പിച്ചു പറഞ്ഞ മസ്അലയാണിത്. വത്തഫഖ അലൈഹി അസ്ഹാബുന, ഇമാം ഷാഫിയുടെ അനുയായികൾ ഏകോപിച്ചിരിക്കുന്നു ഈ വിഷയത്തിൽ. ഇനി ഫഇൻ ഖസദ മഅ ദാലിക തഅളീമൽ മദ്ബൂഹി ലഹു ഗൈറല്ലാഹ്, ഇനി ഇതുകൊണ്ട് ഉദ്ദേശം അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറക്കപ്പെട്ട ആ ആളുകളെ, ആ വ്യക്തികളെ ഒന്ന് ആദരിക്കലും ബഹുമാനിക്കലുമാണ് എങ്കിൽ അതൊക്കെ കുഫറിലേക്കാണ് ചെന്നെത്തുക. ഫഇൻ കാന ദാബിഹു മുസ്ലിമൻ ഖബ്ല ദാലിക, ഇതിന്റെ മുമ്പ് അവൻ മുസ്ലിം ആണെങ്കിൽ, അറത്തവൻ മുസ്ലിം ആണെങ്കിൽ, സാറ ബിദ്ദബഹി മുർതദ്ദൻ, അറവോടുകൂടെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് ഇമാം നവവി റഹ്മഹുല്ലാഹ് പറയുകയാണ്. സുഹൃത്തുക്കളെ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇസ്ലാമിൻ്റെ നല്ല നല്ല പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരുടെ ഫത്വകളാണ് നാം മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ ഇബാദത്തുകൾ, ഈ ഇബാദത്തുകളെ ഒന്നിനെയും അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിക്കാൻ പാടുള്ളതല്ല. ഇനി പ്രാർത്ഥനയുടെ രൂപങ്ങൾ നമുക്കറിയാം. നമ്മുടെ മൗലിദ് ഗ്രന്ഥങ്ങളിൽ എന്തെല്ലാം പ്രാർത്ഥനകളാണ്. ആരുടെ പേരിലാണോ മൗലിദ് രചിക്കുന്നത് അവരോട് അതിലുള്ള പ്രാർത്ഥനയുണ്ട്. മമ്പുറന്നങ്ങളുടെ മൗലിദിൽ മമ്പുറന്നങ്ങളോടുള്ള പ്രാർത്ഥനയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള മൗലിദിൽ നബിയോടുള്ള പ്രാർത്ഥനയുണ്ട്. ബദരീങ്ങളുടെ മൗലിദിൽ ബദരീങ്ങളോട് തേട്ടമുണ്ട്. ഇതൊക്കെയാണ് മുസ്ലിയാക്കന്മാരും നമ്മുടെ നാട്ടിലെ ആളുകളും സാധുക്കളായ ആളുകളെ അവരുടെ ഈമാനിനെ വഞ്ചിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മൗലിദിലെ ബദരീങ്ങളുമായി ബന്ധപ്പെട്ട ചെറിയൊരു വരിയ നിങ്ങൾക്ക് കേൾപ്പിക്കാം. യാ മൻ ബിഹി ഹല്ലറദ വമൻ ബിഹമ്മിൻ നകിദ ഖുൽ നാദിയം മുസ്തൻജിദ യാ അഹ്ല ബദർ ശുഹദ. ആർക്കെങ്കിലും പ്രയാസങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, പ്രയാസത്തിൽ അനുഭവിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ വിളിച്ചു കൊള്ളട്ടെ എന്ത്, യാ അഹ്ല ബദർ ശുഹദ, ബദരീങ്ങളെ എന്ന് വിളിച്ചു കൊള്ളട്ടെ, അവന്റെ പ്രയാസം മാറിക്കിട്ടുമെന്ന്. കണ്ടോ, ഇത് മൗലിദിൽ അവരുടെ മദ്ഹായിട്ട് പറയുന്ന പാട്ടുകൾ. ഇങ്ങനെ
എത്ര വരികൾ. ഇതൊക്കെ വളരെ പ്രയാസമേറുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ലാ യജൂസു സർഫു നൗഇൻ മിൻ അൻവാഇൽ ഇബാദാതി ലിഗൈരില്ലാഹ്, ഇബാദത്തുകളിലെ ഒന്നും തന്നെ അല്ലാഹു അല്ലാത്തവരിലേക്ക് തിരിക്കാൻ പാടില്ല. കാരണം എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയാണ്, പ്രവാചകരെ, താങ്കൾക്ക് ഞാൻ വഹി അറിയിച്ചിരിക്കുന്നു, താങ്കൾക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്കും. എന്ത്? ലഇൻ അശ്റക്ത, താങ്കൾ ശിർക്ക് ചെയ്താൽ, ലയഹബതന്ന അമലുക, താങ്കളുടെ അമലുകൾ പൊളിഞ്ഞു പോകുന്നതാണ്, വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ പരാജിതരിൽ പെട്ടുപോവുകയും ചെയ്യുമെന്ന്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, തൗഹീദിന്റെ ഒന്നാമത്തെ ഇനമായ ഉലൂഹിയയിലാണ് നമ്മൾ സംസാരിച്ചത്. അള്ളാഹുവിന് മാത്രം ഇബാദത്തുകളെ, ആരാധനകളെ സമർപ്പിക്കുക എന്നുള്ളത്. തൗഹീദിന്റെ രണ്ടാമത്തെ ഇനം തൗഹീദുർ റുബൂബിയ്യയാണ്. എന്താണ് തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ? ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ അള്ളാഹുവാണെന്ന് വിശ്വസിക്കുക. ഈ ലോകത്ത് സൃഷ്ടിക്കുന്നതും നിയന്ത്രിക്കുന്നതും മനുഷ്യർക്ക്, ജീവജാലങ്ങൾക്ക് അന്നം നൽകുന്നതും അവരെ പടിപടിയായി വളർത്തിക്കൊണ്ടിരിക്കുന്നതും അള്ളാഹുവാണ് എന്ന് വിശ്വസിക്കുന്നതിനാണ് തൗഹീദുർ റുബൂബിയ്യ എന്ന് പറയുന്നത്. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയല്ല പ്രവാചകന്മാർ വന്നത്. പ്രവാചകന്മാർ വരുന്നതിന് മുമ്പ് തന്നെ മുശ്രിക്കീങ്ങൾക്ക് ഈ വിശ്വാസം ഉണ്ടായിരുന്നു. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോകത്തെ സൃഷ്ടിച്ചതാരാണ്, ഭൂമിയെ സൃഷ്ടിച്ചതാരാണ് എന്ന് പറഞ്ഞാൽ അവർ പറയുമായിരുന്നു, അള്ളാഹുവാണ് സൃഷ്ടിച്ചത് എന്ന്. ഇത് അവിശ്വാസികൾക്ക് അറിയുന്ന കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ ഇവിടെ തൗഹീദുർ റുബൂബിയ്യ പഠിപ്പിക്കാനല്ല വന്നിട്ടുള്ളത്. ഇതൊക്കെ അവർക്കറിഞ്ഞിട്ടും എന്തുകൊണ്ട് അവർ മുസ്ലിമായില്ല? അവർക്ക് തൗഹീദുൽ ഉലൂഹിയ്യ ഉണ്ടായില്ല എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള വസഖറ ശംസ വൽ ഖമറ ലയഖൂലുന്നല്ലാഹ് ഫഅന്നാ യുഫകൂൻ. നീ അവരോട് ചോദിച്ചാൽ, മുശ്രിക്കീങ്ങളോട് ചോദിച്ചാൽ, ആരാണ് ആകാശങ്ങളെ സൃഷ്ടിച്ചത്, ഭൂമിയെ സൃഷ്ടിച്ചതാരാണ്, സൂര്യനെയും ചന്ദ്രനെയും വഴിപ്പെടുത്തിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും, അള്ളാഹുവാണെന്ന് പറയും. അതുപോലെ മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, വലഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅൻ ഫഅഹ്യാ ബിഹിൽ അർള മിൻ ബഅദി മൗതിഹാ ലയഖൂലുന്നല്ലാഹ്. ആരാണ് ആകാശങ്ങളിൽ നിന്ന് മഴയെ ഇറക്കിയത്, ആരാണ് ഭൂമിയെ, ഉണങ്ങിയ ഭൂമിയെ വീണ്ടും ഉണർത്തിയത് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും, അള്ളാഹുവാണെന്ന് പറയും. ഖുലിൽ ഹംദുലില്ലാഹി ബൽ അക്സറുഹും ലാ യഖിലൂൻ. അതുപോലെ ഭൂമിയും അതിലുള്ളതൊക്കെ ആർക്കുള്ളതാണ് എന്ന് ചോദിച്ചാലും അവർ അള്ളാഹുവിനുള്ളതാണെന്ന് പറയും. ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എന്നുള്ള ഉറപ്പും വിശ്വാസവും മക്കയിലെ മുശ്രിക്കീങ്ങൾക്കുണ്ടായിരുന്നു. അതോടുകൂടെ തന്നെ അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ, സ്വാലിഹീങ്ങളായ ആളുകളുടെ ഖബറുകളെ ആരാധിക്കുകയും അവരോട് സഹായം തേടുകയും അവരെ വെച്ചുകൊണ്ട് ഇസ്തിഗാസ ചെയ്യുകയും ചെയ്യുന്നവരായിരുന്നു. മാത്രമല്ല, പ്രയാസഘട്ടങ്ങൾ വരുമ്പോൾ അവർ അള്ളാഹുവിനെ അറിഞ്ഞവരാണ്. അള്ളാഹുവിനെ അറിഞ്ഞവരായിരുന്നു മുശ്രിക്കീങ്ങൾ. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ പേര് അവിടെ അബ്ദുള്ള എന്നാണ്? അള്ളാഹുവിനെ അറിഞ്ഞത് കൊണ്ടാണല്ലോ അബ്ദുള്ള എന്ന് പേര് വെച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ട് അബ്ദുൽ മുത്തലിബ് കഅബാലയത്തിൽ ചെന്നുകൊണ്ട് അവിടെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടൊരു പാട്ട് പാടുന്നുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അഅതാനി ഹാദൽ ഗുലാമ സയ്യിദൽ അർദാനി എന്നുള്ള പദ്യം അദ്ദേഹം ചൊല്ലുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം? അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സ്തുതി. എങ്ങനെയുള്ള അള്ളാഹു? ഈ കുട്ടിയെ എനിക്ക് നൽകിയ അള്ളാഹുവാണ് സത്യം, അള്ളാഹുവിനാണ് സ്തുതി എന്ന് റബ്ബിനെ സ്തുതിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിനെ അറിഞ്ഞവരായിരുന്നു. അള്ളാഹുവിനെ അറിയുന്നതോടുകൂടെ തന്നെ
ഇബാദത്തുകൾ അല്ലാഹു അല്ലാത്തവർക്ക് അവർ ചെയ്തിരുന്നു. അല്ലാഹു അല്ലാത്ത അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളായ ആളുകളോട് അവർ സഹായം തേടിയിരുന്നു. ലാത്തയോടും ഉസ്സയോടും അവർ സഹായം തേടിയിരുന്നു. എന്നാൽ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ അള്ളാഹുവിനെ മാത്രമാണ് വിളിച്ചിരുന്നത്. വിശുദ്ധ ഖുർആനിൽ ആ കാര്യം പറയുന്നുണ്ട്. ഫഇദാ റകിബു ഫിൽ ഫുൽകി ദഅഹുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവർ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കപ്പലെങ്ങാനും ആടി ഉലഞ്ഞാൽ ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിനെ മാത്രം അവർ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി, അവർ കടലിലേക്ക് രക്ഷപ്പെട്ട് നീങ്ങിയാൽ ഇദാഹും യുശ്രികൂൻ, വീണ്ടും അവർ ശിർക്കിലേക്ക് പോകും. കടലിലകപ്പെട്ട് ആടി ഉലയുന്ന സമയത്ത് റബ്ബിനെ മാത്രം വിളിച്ചു തേടുന്നവരായിരുന്നു. അവർ കരയിലേക്ക് രക്ഷപ്പെട്ടാൽ അവർ അവരുടെ മറ്റുള്ള ദൈവങ്ങളെ വീണ്ടും വിളിച്ചു പോകും. വഇദാ മസ്സകുമുദ്ദുർറു ഫിൽ ബഹരി വല്ല മൻ തദ്ഊന ഇല്ലാ ഇയ്യാഹു ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി അഅറദ്തും വകാനൽ ഇൻസാനു കഫൂറാ. അതേ ആശയം തന്നെ. ബഹറിൽ വെച്ചുകൊണ്ട് അവർ ആടിയുലയുന്ന സമയത്ത് അള്ളാഹുവിനെ മാത്രമാണ് വിളിച്ചിരുന്നത്. അവർ കരയിലേക്ക് രക്ഷപ്പെട്ടാൽ അവർ തിരിഞ്ഞു കളയും. അവർ അള്ളാഹു അല്ലാത്തവരിലേക്കും വിളിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് മക്ക മുശ്രിക്കീങ്ങളുടെ വിശ്വാസമാണെങ്കിൽ ഇന്ന് വിശ്വാസികളെന്ന് പറയുന്ന ആളുകൾ അവർക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ അവർ തേടുന്നത് അള്ളാഹു അല്ലാത്തവരോടാണ്. വലിയ പ്രയാസങ്ങൾ വരുമ്പോൾ അവരുടെ അപേക്ഷ സമർപ്പിക്കുന്നത്, അവർ തേടുന്നത് അവർ ഔലിയാക്കന്മാരോടാണ്. എന്തെങ്കിലും വലിയ മുസീബത്ത് പ്രയാസങ്ങൾ നേടിയാൽ ഉടനെ വിളിച്ചു അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ. അവരുടെ ഖബറുകളിലേക്ക് ചെന്നു അവിടെ വെച്ചുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കുന്ന, ഇസ്തിഗാസ ചെയ്യുന്ന പരിപാടിയാണുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അതാണ് അന്നത്തെ മുശ്രിക്കീങ്ങളും ഇന്നത്തെ മുബ്തദിഈങ്ങളുമായ ആളുകൾ ചെയ്യുന്ന മാറ്റം. അവർക്ക് പ്രയാസം വന്നാൽ അവർ വിളിക്കും, ജീലാനിയെ വിളിക്കും, യാ ഷെയ്ഖ് ജീലാനി എന്ന് വിളിക്കും. 1000 തവണ ജീലാനിയെ വിളിക്കും, യാ ഗൗസ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് 1000 തവണ വിളിച്ച് ജീലാനിയെ വിളിച്ച് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ മറ്റുള്ള ഔലിയാക്കന്മാരെയും അവർ വിളിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഹിം ഗാഫിലൂൻ. അല്ലാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, മറ്റുള്ളവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അവരെക്കാൾ വഴിപിഴച്ചവർ ആരാണുള്ളത്? എത്രത്തോളം അന്ത്യനാൾ വരെ അവർ ഉത്തരം ചെയ്യുകയില്ല. അവരാണെങ്കിലോ അവരുടെ പ്രാർത്ഥന കേൾക്കുക പോലുകയും ചെയ്യുകയില്ല. പ്രാർത്ഥന അള്ളാഹു മാത്രമാണ് കേൾക്കുന്നത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ആരും തന്നെ പ്രാർത്ഥന കേൾക്കുകയില്ല. ഈ വിവരം പോലും ഇല്ലാതെയാണ് അവർ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖത്മീർ. അള്ളാഹു അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നവർ ഒന്നിനെയും ഉടമപ്പെടുത്തുന്നവരല്ല. ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഹക്കും. അവരെ നിങ്ങൾ വിളിച്ചു തേടുകയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും. കേട്ടെന്ന് വെച്ചാലും നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും. അന്ത്യനാളിൽ അവർ നിങ്ങൾ തള്ളിപ്പറയും എന്ന് വിശുദ്ധ ഖുർആനിൽ ഗൗരവത്തോടുകൂടെ പറയുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ വിളിച്ചു തേടുന്ന ആളുകളെല്ലാം മരിച്ചവരോടാണ് തേടുന്നത്. അതാണ് അത്ഭുതം. ജീവനില്ലാത്ത, അള്ളാഹു ജീവൻ പിടിച്ചെടുത്ത മരിച്ചുപോയ ആളുകളോടാണ് പ്രാർത്ഥിക്കുന്നത്. മരിച്ചവർ കേൾക്കുകയില്ല എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്നക ലാ തുസ്മിഉൽ മൗത. പ്രവാചകരെ, മരിച്ചവരെ നിങ്ങൾ കേൾപ്പിക്കുകയില്ല. വലാ തുസ്മിഉസ് സുമ്മ ദുആ ഇദാ വല്ലൗ മുദ്ബിരീൻ വമാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാതു. മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും സമമല്ല. ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാഉ. അല്ലാഹു ഉദ്ദേശിച്ചവരെ കേൾപ്പിക്കും. വമാ അൻത ബിമുസ്മിഉൻ ഫിൽ ഖുബൂർ. ഖബറിലുള്ളവരെ കേൾപ്പിക്കുന്നവനല്ല പ്രവാചകരെ താങ്കളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എല്ലാവരോടും വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹു അല്ലാതെ വിളിച്ചു തേടപ്പെടുന്ന ഔലിയാക്കന്മാർ എന്ന് പറയുന്നവർ മരണപ്പെട്ടവരാണ്.
അതുകൊണ്ട് തന്നെ അവരോട് പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോൾ സ്വഹാബികൾ മുഴുവനും അന്തം വിട്ട് നിൽക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു വാളെടുത്ത് നിൽക്കുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു എന്ന് പറയുന്നവനെ ഞാൻ വധിക്കുമെന്ന് പറഞ്ഞിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് റസൂലുള്ളാഹിയുടെ അരികിലേക്ക് ചെന്ന് റസൂലുള്ളാഹിയെ പുതച്ചിരിക്കുന്ന ആ തുണിയുടെ മുഖത്ത് നീക്കിയിട്ട് നബിയെ ചുംബിച്ചിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, താങ്കൾ മരിച്ചിരിക്കുന്നു. അള്ളാഹു താങ്കൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്ന മരണം അത് താങ്കൾ ആസ്വദിച്ചിരിക്കുന്നു പ്രവാചകരെ. എന്നിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങളോട് പ്രസംഗിക്കുകയാണ്, ഇൻ കുന്തും തഅബുദൂന മുഹമ്മദൻ, നിങ്ങൾ മുഹമ്മദ് നബിയെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, മുഹമ്മദ് നബി മരിച്ചിരിക്കുന്നു. വലഇൻ കുന്തും തഅബുദൂന അല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഫഇന്നഹു ഹയ്യുൻ ലാ യമൂത്, മരിക്കാതെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അല്ലാഹു എന്ന് പറയുന്നുണ്ട്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ എന്നുള്ള ആയത്ത് അതിന്റെ ശേഷം അദ്ദേഹം ഓതുകയാണ്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് നബി ഒരു പ്രവാചകൻ മാത്രമാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ, നബിയുടെ മുമ്പും ധാരാളം പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് പ്രവാചകൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദീനിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയാണോ എന്ന് ഉള്ള ആയത്ത് അവിടെ ഓതിയപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് ഓതിയപ്പോൾ അപ്പോൾ ഇറങ്ങിയ ആയത്താണ് എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഇതിൽ പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ നിങ്ങൾ ആരാധിക്കുന്നത് എങ്കിൽ മുഹമ്മദ് നബി മരിച്ചിരിക്കുന്നു. മരിച്ച മുഹമ്മദ് നബിയോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, മരിച്ച വ്യക്തിയോട് തേടിയിട്ട് കാര്യമില്ല, അവരോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നുള്ള വലിയ സത്യമാണ് അതിലൂടെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാം മനസ്സിലാക്കണം. അതുകൊണ്ട് മുശ്രിക്കീങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരു ചെയ്താലും അത് ശിർക്ക് തന്നെയാണ്. അതിന് എന്ത് ന്യായീകരണം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ അവർ പറയാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു ഈ ഉമ്മത്തിൽ ഒരിക്കലും ശിർക്ക് വരില്ല എന്ന്. അങ്ങനെ ഒരു വാദമുണ്ട്. ആ വാദമാണ് അവരെ അത് ചെയ്യാൻ കൂടുതൽ പ്രേരിപ്പിക്കുന്നത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു ഈ സമുദായത്തിൽ, എൻ്റെ സമുദായത്തിൽ ശിർക്ക് വരില്ല എന്ന്. എന്താണ് ആ ഹദീസിന്റെ താല്പര്യം? മഹാനായ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിമും ബുഖാരിയും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉഹദിൽ മരിച്ചു കിടക്കുന്ന ഖബറടക്കപ്പെട്ടിരിക്കുന്ന ആളുകളുടെ അരികിലേക്ക് ചെന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് റസൂലുള്ള മിംബറയിലേക്ക് വന്നുകൊണ്ട് ഒരു പ്രസംഗം ചെയ്തു. എന്താണ് റസൂലുള്ളയുടെ പ്രസംഗം? ആ പ്രസംഗത്തിലൊരു വാക്കാണ് വല്ലാഹി മാ അഖാഫു അലൈക്കും അൻ തുശ്രികൂ ബഅദി, എൻ്റെ ശേഷം നിങ്ങൾ ശിർക്ക് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും ഭയപ്പെടുന്നില്ല. വലാകിൻ അഖാഫു അലൈക്കും അൻ തനാഫസൂ ഫീഹാ, ദുനിയാവിൻ്റെ വിഷയത്തിൽ നിങ്ങൾ തർക്കിക്കുമെന്നാണ് എനിക്ക് പേടിയുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസിന്റെ താല്പര്യം പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഈ ഹദീസാണ് മമ്പറന്നങ്ങളെ വിളിക്കാൻ അവർ തെളിവാക്കുന്നത്, ബദ്രീങ്ങളെ വിളിച്ചു തരാൻ തെളിവാക്കുന്നത്, ഷെയ്ഖ് മടവൂരിനെ വിളിക്കുവാനും തെളിവാക്കുന്ന ഈ ഹദീസ് തന്നെയാണ്. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് വലൈസ ഫിൽ ഹദീസി നഫ്യു ഉഖൂഇ ശിർക്ക് ഫി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ ശിർക്ക് വരില്ല എന്ന് ഈ ഹദീസിലില്ല. പിന്നെയോ ഇതുകൊണ്ടുള്ള ഉദ്ദേശം അന്നഹു ലാ യഖാഫു അലാ ജമീഇൽ ഉമ്മ, ഉമ്മത്ത് മുഴുവൻ മുശ്രിക്കായി പോകും എന്നതിനർത്ഥമില്ല എന്നാണ്. എൻ്റെ ഉമ്മത്ത് മുഴുവൻ മുശ്രിക്കായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല എന്നാണ്. ഇമാം നവവി റഹ്മഹുല്ല ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ശറഹ് മുസ്ലിമിൽ അദ്ദേഹം പറയുന്നുണ്ട്, വഫീ ഹാദൽ ഹദീസി മുഅ്ജിസാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഹദീസിൽ റസൂലുള്ളാഹിയുടെ മുഅ്ജിസത്തുണ്ട്.
മാത്രമല്ല ഫഇന്ന മഅനാഹു, അതിന്റെ അർത്ഥം അൽ ഇഖ്ബാറു ബി അന്ന ഉമ്മതഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് ദുനിയാവിനെ മുഴുവൻ സ്വന്തമാക്കുമെന്നും അതിൽ അവർ തർക്കിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. അതുപോലെ തന്നെ വഅന്നഹ ലാ, റസൂലുള്ളാഹിക്ക് ഭയമില്ല, എന്ത് മുസ്ലിമീങ്ങൾ മൊത്തമായി ജുംലയായി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് റസൂലിന് ഭയമില്ല എന്നുള്ളതാണ്. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഫത്ഹുൽ ബാരിയിൽ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞു, ഖൗലുഹു മാ അഖാഫു അലൈക്കും അൻ തുശ്രികു എന്ന് പറഞ്ഞാൽ ഐ അലാ മജ്മൂഇക്കും, മുസ്ലിമീങ്ങൾ ഒന്നാകെ ഇസ്ലാം വിട്ടു പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല എന്നാണ്. ഒരു സമുദായം, ഒരു സമൂഹം ദീനിൽ ഉറച്ചു നിൽക്കുമെന്ന് വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിലുമുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തോടുകൂടെ എത്ര ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി ഉള്ളതല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതോടുകൂടെ എത്രയോ ആളുകൾ മുർത്തദ്ദായില്ലേ, സ്വഹാബത്തിന്റെ ഇടയിൽ, താബിഈങ്ങളുടെ ഇടയിൽ. അതൊക്കെയാണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശം. എൻ്റെ ഉമ്മത്ത് മുഴുവനും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നുള്ള ഭയം എനിക്കില്ല എന്നുള്ളത്. അതുപോലെ സുഹൃത്തുക്കളെ, തൗഹീദിന്റെ മൂന്നാമത്തെ ഇനമാണ് തൗഹീദുൽ അസ്മാഉ വസ്സിഫാത്ത് എന്ന് പറയുന്നത്. അസ്മാഉ വസ്സിഫാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷങ്ങളിൽ ഉള്ള തൗഹീദ്. അള്ളാഹുവിന് എന്താണോ പേര് വെച്ചത്, അള്ളാഹുവിന് എന്താണോ ഗുണങ്ങൾ സംസാരിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ കുറിച്ച് എന്താണോ പറഞ്ഞത്, അള്ളാഹിന്റെ വിശേഷണമായി, ഗുണമായി, നാമമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ എന്താണോ പഠിപ്പിച്ചത് അത് അതേമാതിരി അംഗീകരിക്കുകയും അതിനെ ന്യായീകരിക്കാതെ അതിനെ വിശദീകരണം ചെയ്യാതെ അതേപോലെ അംഗീകരിക്കലും ആണ് ഒരു വിശ്വാസിയുടെ ബാധ്യത. അതാണ് തൗഹീദുൽ അസ്മാഉ വസ്സിഫാത്ത് എന്ന് പറയുന്നത്. ഈ മൂന്ന് തൗഹീദോട് കൂടെ തന്നെ ഒരു വിശ്വാസിക്ക് കൂടെ ഉണ്ടാവതാണ് അൽ ഈമാനു ബിർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടും വിശ്വാസം വേണം. അള്ളാഹുവിലൊക്കെ വിശ്വാസം, നബിയെ വിശ്വസിക്കുന്ന കാര്യമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വാസം വേണം. അതുപോലെ വശഹാദ ബി അന്നഹു റസൂലുള്ളാഹ്, അതിൻ്റെ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് സാക്ഷ്യം വഹിക്കുകയും വേണം. വ അന്നഹു ഖാതമുൽ അംബിയ, അവസാനത്തെ പ്രവാചകനാണ് എന്നുള്ള ഉറച്ച വിശ്വാസവും അവന് വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, തൗഹീദിന്റെ കാര്യം വളരെ ഗൗരവമേറിയതാണ്. ആ തൗഹീദിനെ അതേ രൂപത്തിൽ ഉൾക്കൊള്ളുകയും നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാവുകയും ചെയ്യണം. അങ്ങനെ ജീവിതത്തിൽ തൗഹീദോടുകൂടെ ഒരാൾ ജീവിച്ചാൽ അവന് കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. എന്താണ് നേട്ടങ്ങൾ? ഒന്നാമത്തേത് അൽ അംനു വൽ അമാനു ഫിദ് ദുനിയ വൽ ആഖിറ. ഒരാൾ മുവഹിദായി ജീവിച്ചാൽ, മുവഹിദായി ജീവിച്ച് മരിക്കുകയാണെങ്കിൽ അവന് ദുനിയാവിലും അമ്നും അമാനുമുണ്ട്, ആഖിറത്തിലും അവന് സമാധാനമുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വാസികളായ ആളുകൾ, അവർ പിന്നീട് അവരുടെ ഈമാനിൽ ളുൽമ് കലർത്തിയിട്ടില്ല, ശിർക്ക് വന്നിട്ടില്ല. അങ്ങനെ വിശ്വസിച്ച ആളുകൾ ലഹുമുൽ അംനു, അവർക്കാണ് വിശ്വസ്തതയുള്ളത്, അംനുള്ളത്, വഹും മുഹ്തദൂൻ, അവരാണ് മുഹ്തദീങ്ങളായ ആളുകൾ എന്ന്, വിജയിച്ച ആളുകളെന്നും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു. മാത്രമല്ല തൗഹീദാണ് അമലുകളെ സ്വീകരിക്കാനുള്ള ഷർത്ത് തന്നെ. നമ്മളിൽ തൗഹീദ് ഉണ്ടാവണമെന്നാണ്. മുവഹിദിന്റെ അമല് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ, മുശ്രിക്കിന്റെ അമലുകളെ അള്ളാഹു സ്വീകരിക്കുകയില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫല്യഅമൽ അമലൻ സ്വാലിഹൻ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, പ്രവാചകരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒരു മനുഷ്യനാണ് നിങ്ങളെപ്പോലെ, അള്ളാഹു എനിക്ക് വഹി നൽകിയിരിക്കുന്നു. എന്ത്? അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്നുള്ള വഹി എനിക്ക് അള്ളാഹു നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫല്യഅമൽ അമലൻ സ്വാലിഹൻ, സ്വാലിഹായ അമലുകൾ ചെയ്യട്ടെ. ദീനിനോട് യോജിച്ച, ശറഇനോട് യോജിച്ച അമലുകൾ ചെയ്യട്ടെ. ബിദ്അത്ത് ചെയ്താൽ അള്ളാഹു അമലുകൾ സ്വീകരിക്കുകയില്ല. ശറഇനോട് യോജിക്കാത്ത ബിദ്അത്തുകളാണ് അവന്റെ ജീവിതത്തിൽ ഉള്ളത് എങ്കിൽ
അവന്റെ അമലുകളെ അള്ളാഹു സ്വീകരിക്കുകയില്ല. പിന്നെയോ അമലൻ സാലിഹൻ എന്ന് പറഞ്ഞാൽ മാ കാന മുവാഫിഖൻ ലിശറഇല്ലാഹ്, അള്ളാഹുവിന്റെ ശറഇനോട് യോജിച്ച അമലുകൾ ചെയ്യട്ടെ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, റബ്ബിന് ശിർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യട്ടെ. അപ്പൊ ഈ രണ്ട് നിബന്ധനകൾ, ഒന്ന് ബിദ്അത്തല്ലാത്ത അമലുകൾ ചെയ്യുക എന്നുള്ളതും മറ്റൊന്ന് ശിർക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതും അള്ളാഹു അമലുകൾ സ്വീകരിക്കാനുള്ള നിബന്ധനയാണ്, ഷർത്താണ് എന്ന് നാം മനസ്സിലാക്കണം. മാത്രമല്ല സുഹൃത്തുക്കളെ, തൗഹീദുള്ള ആളുകളെയാണ് ഖബറുകളിൽ അള്ളാഹു തആല ഉറപ്പിച്ച് നിർത്തുകയുള്ളൂ. അള്ളാഹു തആല ഖബറിൽ ഉറപ്പിച്ച് നിർത്തണമെങ്കിൽ തൗഹീദ് ഉണ്ടായിരിക്കണം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞു യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ, സത്യവിശ്വാസികളായ ആളുകളെ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു ഉറപ്പിച്ചു നിർത്തുമെന്ന് പറഞ്ഞതിൻ്റെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഉലമാക്കളുടെയും ഇമാമുകളുടെയും ഇത്തിഫാഖോടുകൂടെ ഏകാപനത്തോടുകൂടി ഇതിന്റെ തഫ്സീർ പറഞ്ഞുകൊടുത്ത് കാണാം ഫി അദാബിൽ ഖബരി, ഖബറിന്റെ അദാബിൽ നിന്ന് അവർക്ക് രക്ഷയുണ്ട്, അവിടെ സമാധാനമുണ്ട്. വൽ മുറാദു ബിത്തസ്ബീതി ഹുവ ഇൻദ സുആലി ഫിൽ ഖബരി ഹഖീഖതൻ, ഖബറിൽ അവനോട് ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് അള്ളാഹു അവനക്ക് സബാത്ത് നൽകും, ഉറച്ചു നിന്ന് മറുപടി പറയാനുള്ള കഴിവ് നൽകും, തൗഹീദ് ഉണ്ടെങ്കിൽ എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മോട് പറയുകയാണ്. അതുപോലെ തൗഹീദ് ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ നമ്മുടെ പാപങ്ങൾ പുറത്തു വരുന്നത്, തൗഹീദുള്ളവന്റെ പാപങ്ങളെ അല്ലാഹു തആല പുറത്തു കൊടുക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു തആല പറഞ്ഞതായി ഖുദ്സിയായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുകയാണ്, അല്ലാഹു പറയുകയാണ്, യബ്ന ആദം, മനുഷ്യ, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ, ഭൂമിയോളം നീ പാപമായി എന്നെ കണ്ടുമുട്ടുകയാണെങ്കിൽ നീ പിന്നീട് എന്നെ കണ്ടുമുട്ടുന്നത് ലാ തുശ്രികു ബി ശൈഅൻ, ശിർക്ക് ചെയ്യാതെയാണ്, നീ എത്ര പാപം ചെയ്ത് എന്നെ കണ്ടുമുട്ടിയാലും ലഅതൈതുക ബിഖറാബിഹാ മഗ്ഫിറതൻ, അത്രയും പൊറുക്കലുമായി ഞാൻ നിന്നെ കണ്ടുമുട്ടുമെന്ന് വിശുദ്ധ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതായി നമ്മോട് പറയുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, തൗഹീദ് അതിൻ്റെ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളെ കൃത്യമായും തൗഹീദിന്റെ ആശയങ്ങളെ, മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മോട് ബന്ധമുള്ള ആളുകളെയും തൗഹീദിന്റെ ആശയത്തെ, അതിൻ്റെ ഗൗരവത്തെ, അതിൻ്റെ എതിരിൽ ഷിർക്കിന്റെ ഗൗരവത്തെയും നാം പഠിപ്പിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ മുവഹിദായി ജീവിച്ച് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم صل على محمد وعلى آل محمد. سبحان ربك رب العزة عما يصفون. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.